ജ്യോതിഷപ്രകാരം 27 നക്ഷത്രങ്ങളിൽ 21ാമത്തെ നക്ഷത്രമാണ് ഉത്രാടം. ഉത്തര ആഷാഢ. ധനുരാശിയുടെ അവസാന ഭാഗത്തും മകരം രാശിയുടെ ആദ്യഭാഗത്തുമായാണ് ഈ നക്ഷത്രം വരുന്നത്. പൊതുവായ സ്വഭാവ സവിശേഷതകൾ. സത്യസന്ധയും പരിശുദ്ധിയും. ഉത്രാടം നക്ഷത്രക്കാർ ഹൃദയത്തിൽ ശുദ്ധരും സത്യസന്ധരുമായിരിക്കും. ആരെയും ചതിക്കാനോ ഉപദ്രവിക്കാനോ ഇവർക്ക് താല്പര്യമില്ല. സൗമ്യതയും പ്രസന്നതയും. ഇവർ പൊതുവെ സൗമ്യ സ്വഭാവമുള്ളവരും പ്രസന്നമായ മുഖമുള്ളവരുമായിരിക്കും. മാന്യതയ്ക്ക് ഇവർ പ്രാധാന്യം നൽകുന്നു. കഠിനാധ്വാനികളായിരിക്കും. ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായും കൃത്യമായും പൂർത്തിയാക്കാൻ ഇവർ ശ്രദ്ധിക്കും. വിദ്യാഭ്യാസമായാലും ജോലിയായാലും മുന്നിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. സാമൂഹിക ബന്ധങ്ങൾ. ഇവർക്ക് ധാരാളം സുഹൃത്തുക്കളുണ്ടായിരിക്കും. മറ്റുള്ളവരെ സഹായിക്കാൻ രണ്ടാമതൊന്ന് ആലോചിക്കാതെ തയ്യാറാകും. ആത്മാർത്ഥതയും അനുകമ്പയും ഇവരുടെ മുഖമുദ്രയാണ്. ആത്മീയത. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യമുള്ളവരായിരിക്കും. ജപം, തപം, വ്രതം എന്നിവ ഇവരുടെ ജീവിത വിജയത്തിന് സഹായിക്കും. ചുമതലകളും ഉത്തരവാദിത്തങ്ങളും. ചെറുപ്പം മുതലേ ജീവിതത്തിൽ പല ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഏറ്റെടുക്കേണ്ടി വന്നേക്കാം. ധനവും ഐശ്വര്യവും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമ്പത്തും ഐശ്വര്യവും ഉണ്ടാകുമെന്ന് ജ്യോതിഷം പറയുന്നു. അന്യായമായ മാർഗങ്ങളിലൂടെ ധനം സമ്പാദിക്കാൻ ഇവർ ശ്രമിക്കില്ല. സ്ഥിരത. ശാന്തമായി ചിന്തിച്ച് വിശ്വസിക്കാവുന്നവരുമായി ആലോചിച്ച് മാത്രമേ ഇവർ തീരുമാനങ്ങൾ എടുക്കുകയുള്ളൂ. പ്രതികൂല സാഹചര്യങ്ങൾ. ചില സമയങ്ങളിൽ ഗുരുതരമായ പ്രശ്നങ്ങളിൽ അകപ്പെടാൻ സാധ്യതയുണ്ട്. ചൊവ്വ, ബുധൻ, വ്യാഴം എന്നീ ദശാകാലങ്ങളിൽ ദോഷപരിഹാരങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. നക്ഷത്രത്തെക്കുറിച്ചുള്ള മറ്റ് വിവരങ്ങൾ. നക്ഷത്ര ദേവത. വിശ്വദേവകൾ. ഗണം. മനുഷ്യഗണം. മൃഗം. കാള. വൃക്ഷം. പ്ലാവ്. യോനി. പുരുഷയോനി. പക്ഷി. കോഴി. ഭൂതം. വായു. അനുകൂല നിറങ്ങൾ. ധനുക്കൂറിന് മഞ്ഞ, മകരക്കൂറിന് കറുപ്പ്, കടുംനീല. ദോഷപരിഹാരങ്ങൾ. പക്കപ്പിറന്നാൾ തോറും ശിവക്ഷേത്ര ദർശനം നടത്തുന്നത് നല്ലതാണ്. ഞായറാഴ്ചയും ഉത്രാടവും ചേർന്നു വരുന്ന ദിവസങ്ങളിൽ സൂര്യക്ഷേത്ര ദർശനം നടത്തുന്നത് ദോഷാധിക്യം കുറയ്ക്കും. ഉത്രാടം 1-ാം പാദക്കാർ സൂര്യശാന്തി ഹോമം ചെയ്യുകയും സൂര്യമന്ത്രം കേൾക്കുകയും ചെയ്യുക. ഉത്രാടം 2, 3, 4 പാദക്കാർ ശനിശാന്തി ഹോമം ചെയ്യുകയും ശനിമന്ത്രം കേൾക്കുകയും ചെയ്യുക. ഈ വിവരങ്ങൾ പൊതുവായ സ്വഭാവ സവിശേഷതകളെക്കുറിച്ചുള്ളതാണ്. ഓരോ വ്യക്തിയുടെയും ഗ്രഹനില അനുസരിച്ച് ഫലങ്ങളിൽ വ്യത്യാസങ്ങൾ വരാം.